നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞേച്ചി എന്നുള്ളൊരു തിരുമൊഴി മാത്രമേ നിന്റെ നാവിന്ന് വരൂ. എന്റെ സ്ഥാവര ജംഗമങ്ങൾ മൊത്തം വലിച്ചു വാരിയിട്ട് പരിശോധിക്കാൻ, അതനുസരിച്ച് CBI അന്വേഷണം നടത്താനുമൊക്കെ പൊന്നിയെ ചുമതലപ്പെടുത്തിയത് ആരടി? നിന്നോട് ആര് പറഞ്ഞു എന്റെ അലമാര തുറക്കാൻ? അത് പിന്നെ ഇതെല്ലാം അടുക്കി വെക്കാന്ന് വിചാരിച്ചു. വേണ്ടെങ്കി വേണ്ട. നിക്കടി എവിടെ? നിന്നോട് ഞാൻ പറഞ്ഞോ അലമാര തുറന്നതൊക്കെ അടുക്കി വെക്കാൻ? അത് ചെതറിക്കിടക്കുന്ന കണ്ടപ്പോ. നിക്കടി എവിടെ? ഏതിനകത്ത്? ഇതൊക്കെ ഞാൻ ഭദ്രമായിട്ട് വെച്ചിരുന്നതാ. സത്യം പറ, ഇതൊക്കെ എടുത്തു നോക്കാൻ ആരാ നിന്നോട് പറഞ്ഞത്? എന്നോട് ആരും പറഞ്ഞില്ല. നീ എവിടെ പോന്നു? പിന്നെ അടിച്ചു നോക്കാൻ വന്നവൾ എന്തിനാ അലമാര തുറന്നു നോക്കിയത്? മോഷണമാണോ? അതോ നിനക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമാണോ? ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാ. ഇന്ന് വരെ അങ്ങനെ ഒരു പേര് എനിക്ക് ഉണ്ടായിട്ടില്ല. മോഷണം അല്ലെങ്കിൽ പറ, നീ എന്തിന് എന്റെ അലമാര തുറന്നു? എന്തിനു പരിശോധിച്ചു? നോക്കട്ടെ എന്തെങ്കിലും എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടോന്ന്. ദേ കാർത്തികേ, ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരാളുടെ 10 പൈസ എടുത്തിട്ടുമില്ല. ഞാൻ വിശ്വസിക്കില്ല. ഞാനിത് സത്യം വീടെടുത്ത് പറയാൻ പോവാ. എന്തൊക്കെ എന്റെ അലമാരന്ന് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നോക്കട്ടെ, പക്ഷേ ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിക്കുന്നില്ല. ചതിക്കല്ലേ. ഇവിടെ നീ ജോലി പോയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സത്യം അറിഞ്ഞ എന്നെ പറഞ്ഞു വിടും. അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? എങ്കി പറയടി, അടിച്ചു വരാൻ ചൂലുമായിട്ട് വന്ന നീ എന്തിനാ എന്റെ അലമാര തുറന്നത്? എടി പറയടി, കൊക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് പറ. ഓ, എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? അപ്പോഴേ സത്യം പറയടി, നിന്നെ പറഞ്ഞു വിട്ടത് ആ ശ്യാമയല്ലേ? ശ്യാമ കുഞ്ഞു? അതെ, ശ്യാമ തന്നെ. കൊള്ളത്തരല്ലേടി അവളുടെ കിടപ്പ്? പറയടി അല്ലേന്ന്. വീട് വേണ്ട, നീ പറയണ്ട. സത്യം എന്താന്ന് ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. മാറി നിക്കടി ഇങ്ങോട്ട്. ചേച്ചി പോയിട്ട് കുറെ നേരം ആയല്ലോ. ഇനി ആ കാർത്തിക എങ്ങാനും. നീ സംസാരിക്കില്ല അല്ലേ? കുഞ്ഞേച്ചി എന്നുള്ളൊരു തിരുമൊഴി മാത്രമേ നിന്റെ നാവിന്ന് വരൂ. എന്റെ സ്ഥാവര ജംഗമങ്ങൾ മൊത്തം വലിച്ചു വാരിയിട്ട് പരിശോധിക്കാൻ, അതനുസരിച്ച് CBI അന്വേഷണം നടത്താനുമൊക്കെ പൊന്നിയെ ചുമതലപ്പെടുത്തിയത് ആരടി? എനിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു നീ ഈ കാണിക്കുന്നതൊക്കെ ഡ്രാമയാണോന്ന്. നിന്റെ കുഞ്ഞേച്ചിയെ പരവതാനിയിട്ട് സ്വീകരിക്കാനും പട്ടുമെത്തേൽ ഉറക്കാനും. പക്ഷേ കാർത്തികയുടെ കളത്തിക്കേറി കളിക്കാൻ തീരുമാനിച്ച നിമിഷം നിനക്ക് പിഴച്ചു മോളെ. നിന്റെ കള്ളീന്ന് വെളിച്ചത്താവാൻ പോവാ. സത്യാമ്മയുടെ അടുത്ത് നിന്നെ ഇന്ന് പൊളിച്ചടുക്കും ഞാൻ. അതോടെ നീ മാത്രമല്ല, നിന്റെ കുഞ്ഞേച്ചി കൂടി പിച്ചറിയുന്ന ഔട്ട്. നീ കൊറേ മെനക്കെട്ടതല്ലേടി അവളെ വിഷ്ണുവേട്ടന്റെ ഭാര്യയായി വാഴിക്കാൻ. അതിബുദ്ധി കാണിച്ചത് കാരണം നിന്റെ ജീവിതം കൂടി കട്ടപ്പോക.
നിന്റെ പെട്ടിയും കിടക്കയും സത്യാമ്മ എടുത്ത് പുറത്തിടുന്നത് കാണിച്ചു തരാം. നിന്റെ ഈ നാവിന്ന് തന്നെ സത്യാമ്മയോടെല്ലാം മണിയായി പറയിക്കും ഞാൻ. പറയടി, നീ അല്ലേടി റൂമിലേക്ക് പൊന്നിയെ പറഞ്ഞയച്ചത്? പറയാൻ എടി പറയടി. നീ പറയില്ല അല്ലേ? സത്യം പറഞ്ഞു നീ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയടി. നീ പറയില്ലല്ലേ? പറഞ്ഞോ, ഇത് നിനക്ക് സത്യം പറയാനുള്ള ലാസ്റ്റ് ചാൻസാ. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നിന്റെ കൊരവളിങ്ങി കുത്തി പുറത്തെടുക്കും ഞാൻ. പിന്നെ കുഞ്ഞേച്ചിന്ന് വിളിക്കാൻ പോയിട്ട് കുടിവെള്ളം ഇറക്കാൻ പോലും പറ്റില്ല നിനക്ക്. പറയുന്നുണ്ടോ നീ? പറ. കുഞ്ഞേച്ചി പറ, നിന്റെ കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണോ? കുഞ്ഞേച്ചി എന്താ പറഞ്ഞെന്ന് പറയാൻ. കുഞ്ഞേച്ചി എടി പറയാൻ. നീ പിന്നെ ഡ്രാമ കളിക്കല്ലേടി? ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.